Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ജൂലൈയിൽ LPSC UPSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 2 തീയതി ചേർന്ന PSC യോഗത്തിലെടുത്ത തീരുമാനം എല്ലാവരും അറിഞ്ഞതിന് ശേഷം, അതായത് PSC യോഗത്തിലെടുത്ത തീരുമാനം, ഈ സെപ്റ്റംബർ 2 തീയതി ചേർന്ന PSC യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു LPSC UPSCയുടെ ചുരുക്കപ്പട്ടിക അഥവാ ഷോർട്ട് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ അല്ലെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ കൊണ്ട് അധ്യാപക തസ്തികയിലേക്കുള്ള ഒരു പരീക്ഷണ ഘട്ടങ്ങളൊന്നും കഴിയുന്നില്ല അല്ലേ, ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. മറ്റുള്ള തസ്തികകളെ വെച്ച് നോക്കുമ്പോൾ അധ്യാപക തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. കാരണം ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അവിടെ തീർച്ചയായിട്ടും എന്തെല്ലാമാണ് ഇൻ്റർവ്യൂവിൽ അളക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ LPSC UPSCയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന കടമ്പയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റെലവൻസ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് 20 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 13-14 മാർക്ക്, ചില ജില്ലകളിൽ 14, ചില ജില്ലകളിൽ 13 മാർക്കാണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പരീക്ഷ നമ്മൾക്കറിയാം, നമ്മളുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പ്രതീക്ഷിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് തെറ്റിക്കുക, അല്ലെങ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ ആവുക, ഒരു സങ്കടത്തിലിരിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 2-3 മാർക്ക് അവരിൽ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര റെലവൻ്റ് ആണ്. നമുക്കറിയാം ഇപ്പം ഈ ഒരു എക്സാമിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പം ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും അതുപോലെ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ചില കാൻഡിഡേറ്റ്സിൻ്റെ എക്സാം മാർക്ക് കുറവാണെങ്കിൽ പോലും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ ബലത്തിൽ റാങ്കുകൾ ഒരുപാട് മുന്നോട്ട് കയറിയിട്ടുണ്ടാവും. അതുതന്നെയാണ് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത്. ഇൻ്റർവ്യൂ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അല്ല, അധ്യാപകരുടെ ഈ ഒരു തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ വളരെ വളരെ സീരിയസ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾ എത്ര പേര് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിയിൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റർവ്യൂവിലെ മെഷറിംഗ് സ്കെയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അളക്കുന്നത്? നമുക്കറിയാം പരീക്ഷയിൽ നിങ്ങളുടെ അറിവിനെ നല്ലോണം അളന്നു കഴിഞ്ഞു. 100 മാർക്കിലൂടെ നിങ്ങളുടെ അറിവിനെ നന്നായിട്ട് അളന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അപ്രോച്ചിനെയാണ് പ്രധാനമായിട്ടും ആ ഇൻ്റർവ്യൂവിലൂടെ ഒരു പാനൽ അളക്കുന്നത്. ഓക്കെ, അധ്യാപകരാണ് എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. കുട്ടികളുടെ അല്ലെങ്കിൽ പാഠസംബന്ധമായിട്ടുള്ളാവാം, പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളാവാം, എന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ അപ്രോച്ച്? നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങളുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്രിസ്പി ആയിട്ട് നിങ്ങളെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിൽ നിങ്ങളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും മെഷർ ചെയ്യപ്പെടുന്നത്, ഒരു ഇൻ്റർവ്യൂവിൽ മെഷർ ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും ഉറപ്പായിട്ടും വരും എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. എല്ലാവർക്കും അല്ല എങ്കിൽ പോലും ഒന്ന് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും അല്ലേ, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ പറയും. അപ്പം നമുക്ക് ടീച്ചിങ് എയ്ഡ് കൊണ്ടുപോകാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു പേപ്പറിൽ അല്ലെങ്കിൽ OMR മെഷർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പാനൽ നിങ്ങളെ മെഷർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല റെലവൻസ്. അതായത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ശരീരഭാഷ നമ്മൾ സംസാരിക്കും മറ്റുള്ളവരോട് അല്ലേ. യുവർ ബോഡി ടോക്സ് മോർ ദാൻ യു സ്പീക്ക് എന്നാണ് പറയുക. അപ്പം നമ്മുടെ ശരീരഭാഷ, നമ്മളുടെ ആ ടെൻഷനിൽ നമ്മൾ എന്താണോ, നമ്മുടെ ഐ കോണ്ടാക്ട്, ഒരു ഉദ്യോഗാർത്ഥി ഒരു റൂമിൽ, ഇൻ്റർവ്യൂ റൂമിൽ കയറി വരുന്ന ആ പോയിന്റ് മുതൽ ആ പാനലിരിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് അല്ലെങ്കിൽ പാനലിസ്റ്റിനെ അറിയാൻ സാധിക്കും ഈ ഉദ്യോഗാർത്ഥിയുടെ ആറ്റിറ്റ്യൂഡ് എന്താ എന്നുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ബോഡി സ്കിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ സ്കിൽസിനെ, നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽസിനെ ഒന്ന് പോളിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള തലങ്ങളെയും കൂടി നമ്മൾ അറിയുക. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കണം, വേണ്ടേ? ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്കറിയാം. എന്നെ മാറ്റാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം.
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സസൈസസ് ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് LPSA UPSA ഇൻ്റർവ്യൂവിലേക്ക്, കാരണം ഇവിടെ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറൻസ്, റാങ്കിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്. നിങ്ങൾക്ക് പഴയ റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ഒരു മാർക്ക് ഡിഫറൻസിനായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർവ്യൂവിൽ വരുന്ന ഒരു 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കാം റാങ്കുകൾ വ്യത്യാസം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തെല്ലാമാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ? അവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ഗവൺമെൻറ് പദ്ധതികളൊക്കെ വളരെ റെലവൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പദ്ധതികൾ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് പദ്ധതികൾ അവിടെ വന്നിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പത്രം വായന തുടങ്ങിയേ പറ്റുള്ളൂ. കാരണം ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, കണ്ടിന്യൂറ്റിയോടുകൂടി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലേ? എന്നോട് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല മറ്റൊരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ദിവസമല്ല മറ്റൊരു ഉദ്യോഗാർത്ഥി അറ്റൻഡ് ചെയ്യുന്നത്. ആ പോകുന്ന ദിവസത്തെ പ്രാധാന്യം എന്താണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇപ്പം അയ്യങ്കാളി ജയന്തിയായിരുന്നു അന്ന്, എത്രാമത് അയ്യങ്കാളി ജയന്തിയായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ മൾട്ടി ഡയമെൻഷനലായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ശീലമാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പത്രവായന തന്നെയാണ്. കാരണം അതിനൊരു കണ്ടിന്യൂറ്റി വേണം. പത്രങ്ങളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു കണ്ടിന്യൂറ്റി വേണം. കാരണം അധ്യാപകർ എന്ന് പറയുന്നത് സമൂഹത്തെ അറിയുന്നവരായിരിക്കണം, വേണ്ടേ? സമൂഹത്തെ അറിയുന്നത് തീർച്ചയായിട്ടും പത്രങ്ങളിലൂടെ തന്നെ ഒരു വലിയ ഒരു സോഴ്സാണ്. സോ നിർബന്ധമായിട്ടും പത്രപാരായണം നിങ്ങൾ ശീലമാക്കണം. അതോടൊപ്പം തന്നെ ചിലർക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും ഒരു പാനലിനെ അല്ലെങ്കിൽ 1-2 പേരോട് ഇൻ്റർവ്യൂ ആണ് എന്നൊരു ബോധവും കൂടി വരുമ്പം ആ ഒരു പേടി കയറും. അപ്പോൾ ഈ ഫിയർ പോയിന്റിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതും വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുക. എങ്ങനെ സംസാരിക്കണം? എപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കവിടെ സംസാരിക്കാൻ കുറച്ചധികം വഴികളുണ്ട്. ഒന്ന്, കണ്ണാടി നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അല്ലേ? അവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് കറക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു എന്താ പറയുക, സംസാര രീതിയെയും പ്രസൻറ്റേഷനെയും ഗൈഡ് ചെയ്ത് മെൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ഒരാൾ വേണം. പഠിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ പദ്ധതികൾ പറഞ്ഞു, ശീലമാക്കേണ്ട കാര്യങ്ങളിൽ പത്രപാരായണം പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ പ്രാവശ്യം മുതലേ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പാഠപുസ്തകങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണം. പറയുന്ന കാര്യങ്ങൾ പക്ക ജെന്യുവിൻ ആയിരിക്കണം, വേണ്ടേ? ഇങ്ങനെയുള്ള ഒരുപാട് ടിപ്സ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. എക്സാം കഴിഞ്ഞു, സെപ്റ്റംബർ 2-ാം തീയതി ഇങ്ങനൊരു PSC തീരുമാനമായതിനു ശേഷം തന്നെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ CC ഇൻ്റർവ്യൂ ബാച്ച് തുടങ്ങുന്നില്ലെന്ന്. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ബാച്ച് CC ആരംഭിച്ചു കഴിഞ്ഞു. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെല്ലാമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഇവാലുവേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ കാണണം. അതൊന്നാം ഘട്ടം. നമ്മളെ ഒരുപാട് പേര് കറക്റ്റ് ചെയ്യണം, വേണ്ടേ? നമ്മൾ പറയുന്നത് കേൾക്കണം, അതിൽ തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരണം, എങ്കിൽ മാത്രമേ ആ ഇവാലുവേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം CCയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇൻ്റർവ്യൂ പാനലിലുണ്ടായിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഇൻഡിവിജ്വൽ കറക്ഷൻസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡെമോ ക്ലാസ്സുകൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അർത്ഥത്തിൽ അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം പഠിക്കണം, നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ച് എന്തെല്ലാം ചോദ്യങ്ങൾ വരും, എങ്ങനെയാണ് UPSC ഇൻ്റർവ്യൂവും LPSC ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു LPSC UPSC ഇൻ്റർവ്യൂ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്തോളുക നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് 8589083568. കൃത്യമായി നിങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരവും എല്ലാം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഒരു ടെൻഷനും വേണ്ട. എക്സാം വരെ എത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ എത്തി അല്ലേ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടം വരെ എത്തി. ഇനി നിങ്ങളുടെ ഒരു ചെറിയൊരു കൈപ്പിഴ കൊണ്ട് മാർക്കുകൾ ഒട്ടും തന്നെ കുറയരുത്. ഏറ്റവും ഉയർന്ന മാർക്കിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കണം. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ LPSC UPSCയുടെ ഇൻ്റർവ്യൂ ബാച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഉടനെ തന്നെ നമുക്കൊരു വെബിനാർ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വെബിനാറിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ LPSC UPSC എക്സാം കഴിഞ്ഞു, ഇനി ഇൻ്റർവ്യൂ ഒന്നും നോക്കാനില്ല CCയോടൊപ്പം. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.